ശ്രീമൂലസ്ഥാനമാണ്. നിരവധി പേർ ഇപ്പോൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏറെ പ്രാധാന്യമുള്ളൊരു സ്ഥലം കൂടിയാണ് ശ്രീമൂലസ്ഥാനം. ഈ പൂര വിളംബരം നടന്ന ഒരു ഇടവും കൂടിയാണ്. തെക്കേ ഗോപുരനട നീതൽക്കാവലമ്മ തള്ളി തുറന്ന ശേഷം ഇവിടെ എത്തിയാണ് പൂര വിളംബരം നടത്തിയത്. ഇപ്പോൾ നമുക്ക് കാണാം ഒരുപാട് പേർ ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. പൂരക്കാഴ്ചകളൊക്കെ കണ്ടോ? എങ്ങനെയാണ്? കണ്ടു. കുട്ടിയെ കാണിച്ചു? കുട്ടിയെ കാണിച്ചു. ഉച്ചക്കൊക്കെ ചൂടായതുകൊണ്ട് വൈകിട്ട് ഒരുപാട് പേർ എത്തുന്നുണ്ട്. മോനുള്ളതുകൊണ്ട് ലേറ്റ് ആയിട്ട് വന്നു. ആനേനെ കാണിക്കാൻ വേണ്ടി വന്നതായിരുന്നു. ആനേനെ കണ്ടു. എങ്ങനെയുണ്ട് ഒരു പൂര? കൊള്ളാം. നമ്മൾ കുറെ കാലത്തിന് ശേഷം വരുന്ന. അല്ല, ഞാനിവിടെയാണ്, പക്ഷെ ബാംഗ്ലൂരാണുള്ളത് ഫാമിലി ആയിട്ട്. കാണുന്നതിന് വേണ്ടി. അതെ. എങ്ങനെയുണ്ട് കാഴ്ചകളൊക്കെ കണ്ടിട്ട്? ഞാൻ തൃശ്ശൂർ തന്നെയാണ്, എല്ലാ കൊല്ലവും വരാറുണ്ട്. കണ്ടോ? ആനയെ കണ്ടോ? മോൻ ആനയെ കണ്ടോ? കണ്ടു. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു വൈബ് ദിവിഷേ. അതായത് വലിയ തോതിലുള്ള ആൾക്കൂട്ടം തന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ശ്രീമൂലസ്ഥാനത്തെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ എങ്ങനെയുണ്ട് പൂരക്കാഴ്ചകളൊക്കെ? ഞങ്ങളിപ്പോൾ വന്നിട്ടുള്ളൂ. ആനയൊക്കെ കണ്ടോ? ഇല്ല, കണ്ടു തുടങ്ങാനുള്ളൂ. അടിപൊളിയാണ്. എല്ലാ കൊല്ലം വരാറുണ്ട്. മോനെ കാണിച്ചോ? ആനയെ കണ്ടോ? ആനയെ കണ്ടോ? ആനയെ കാണാൻ, മേളം കാണാൻ, കുടമാറ്റം കാണാൻ, ആൾക്കാരെ കാണാൻ, ആൾക്കൂട്ടത്തെ കാണുക തന്നെ പൂരത്തിന്റെ ഭംഗിയാണ്, മനോഹാരിതയാണ്. അങ്ങനെ പല പല മോഹങ്ങളുമായി. അതുപോലെ രാത്രി ഇവിടെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. വടക്കുംനാഥനെ കാണാൻ, അങ്ങനെ പല കാഴ്ചകൾക്കായിട്ട് ഇങ്ങോട്ട് എത്തുന്ന ആളുകളാണ്. എന്തായാലും ശ്രീമൂലസ്ഥാനത്ത് നിന്നാണ് രാഗിന് അവിടെ ആനയെ കണ്ട് കുഞ്ഞു കുട്ടികളുടെ കുറുമ്പൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി നടുവിലാലേക്ക് അവിടെ കെ ബി ശ്രീധരൻ തയ്യാറായിട്ടുണ്ട് അല്ലേ? ശ്രീധര, പറയൂ, എന്തൊക്കെയാണ് ആളുകൾ കാഴ്ചകൾ കാണാൻ വരുന്നത്, പൂരത്തിന്റെ ഒരു മധുരം നുകരുന്നത്? ഷിനോജാണ്. ഷിനോജ്, പറയൂ. ദിവിഷ, നടുവിലാണുള്ളത്. ഫിറ്റ്നസ് കഴിഞ്ഞ ആനകൾ ഓരോന്നായി ഇങ്ങനെ വന്ന് അണിന്ന് നിൽക്കുകയാണ്. നാളത്തെ താരം ഇവരാണ്. അവരിങ്ങനെ അണിന്ന് നിൽക്കുകയാണ്. ഏകദേശം 20ഓളം ആനകൾ ഇതിനോടകം തന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞു. ഫിറ്റ്നസ് അപ്പുറത്ത് പൂർത്തിയാക്കിയ ആനകളാണ് ഇവിടേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. പലതരത്തിലുള്ള നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ ഇതിനോടകം തന്നെ സർക്കാർ മൃഗസംരക്ഷണ വകുപ്പൊക്കെ തന്നെ നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ചൂട് കാലമാണ്. അപ്പോൾ ആ ചൂടിനെയൊക്കെ തന്നെ അതിജീവിക്കുന്നതിന് വേണ്ടി ആനകൾക്ക് പ്രത്യേക തരത്തിലുള്ള ഭക്ഷണങ്ങളൊക്കെ തന്നെ നൽകണമെന്ന് സർക്കാർ ഇതിനോടകം തന്നെ ദേവസ്വങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, ഈ നനച്ച ചാക്ക് ഇടയ്ക്കിടയ്ക്ക് നിലത്ത് വിരിച്ചു കൊടുക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങളൊക്കെ തന്നെ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട ദേവസ്വങ്ങളൊക്കെ തന്നെ നൽകിയിട്ടുമുണ്ട്. എന്തായാലും ഈ ആനകളൊക്കെ തന്നെ കാണുന്നതിന് വേണ്ടി വലിയ ആൾക്കൂട്ടം ഇവിടെ ഉണ്ട്. ആനയെ കണ്ടോ? കണ്ടു. ഞങ്ങൾ ടൗണിൽ തന്നെയാണ്. പൂരം നിറം ഭംഗിയാണ്. എന്നാലും ശരി, പൂരനഗരിയിലെ കാഴ്ചകളാണ്